ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധന ചെയ്തു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് മസ്കറ്റിൽ നിന്നും ജോബി പാലിയർ ബ്രദറും കുടുംബവും ചേർന്നാണ്. തങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ഇവർ ന്യൂസിലാൻഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം വേഗത്തിൽ നടക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ നാട്ടിൽ തങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഒരു വിഷയം കോടതിയിൽ കേസ് നടക്കുന്നു. അതിനകത്തൊരു അത്ഭുതം ദൈവം ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ മാതാപിതാക്കൾക്കായിട്ടും, പ്രത്യേകിച്ച് ദേവിയറീസ്ബറിൻ്റെ കുടുംബത്തിനായിട്ടും ജോബിയറിൻ്റെ കുടുംബത്തിനുമായിട്ടും പ്രത്യേകം പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അവരെ ദൈവം മാനിക്കണം. അവരുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ ദൈവം അയക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്കൊരുമിച്ച് ജോബിയറിനും കുടുംബത്തിനുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇവരുടെ പൂർണ്ണ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയരെ, കർത്താവ് ഇവർക്ക് വേണ്ടി ചില വിടുതലുകൾ ഈ ദിവസങ്ങളിൽ അയക്കുവാനായിട്ട് കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളുടെ ജോബിവർണം സിദ്ധുസിനും മോനുമായി പ്രാർത്ഥിക്കുന്നു. ന്യൂസിലാൻഡിലേക്കുള്ള വഴി വേഗത്തിൽ തുറക്കണമേ. എല്ലാം കർത്താവ് സ്പീഡാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും ദൈവത്തിൻ്റെ കരം ഇവർ കാണേണ്ടതിനായിട്ടും ദൈവം ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഒരു അത്ഭുതം എൻ്റെ ദൈവം ചെയ്യണമേ. കർത്താവിൻ്റെ കരം വെളിപ്പെടണമേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ പരിശുദ്ധാത്മാവ് ഇവർക്ക് വേണ്ടി ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശലധര ഘടക സന്ദരാജനാഥയെ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ ഒരു വലിയ അത്ഭുതം ദൈവം ചെയ്യേണ്ടതിനായിട്ട്, ദൈവത്തിൻ്റെ കരം വെളിപ്പെടുത്തേണ്ടതിനായിട്ട് കർത്താവെ അതേപോലെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞങ്ങളുടെ വിശ്വസ്തത വെളിപ്പെടുത്തണമേ, ഞങ്ങളുടെ കരം വെളിപ്പെടുത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ കർത്താവെ ഒരു വലിയ അത്ഭുതം കർത്താവെ, പ്രത്യേകിച്ച് ഇവരുടെ കുടുംബജീവിതത്തിൽ നാട്ടിൽ കോടതിയിൽ നിൽക്കുന്ന ആ കേസിനകത്ത്, പ്രോപ്പർട്ടിപരമായ കേസിനകത്ത് ഒരു അത്ഭുതം ദൈവം ചെയ്യണമേ. കർത്താവെ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബിയറിൻ്റെ മാതാവിനായി പ്രാർത്ഥിക്കുന്നു, ദൈവം നടത്തണമേ. അതേപോലെ സിസ്റ്ററിൻ്റെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുതണമേ, കാക്കണമേ, അവരെ മുൻപോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജോബിയറിനൊക്കെ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നപ്പ വലിയൊരു വിടുതൽ ദൈവം അയക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നോളാം. ചിന്തയിലേക്ക് വരികയാണ്. ഒരുമിച്ച് അറിയാം. നമുക്ക് ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. ആവർത്തന പുസ്തകം 1-ന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. അറിയാം, ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവൻ്റെ കാര്യവും വലിയവൻ്റെ കാര്യവും ഒരേപോലെ കേൾക്കണം. മനുഷ്യനെ ഭയപ്പെടരുത്, ന്യായവിധി ദൈവത്തിൽ നിന്നുള്ളതല്ലോ. നിങ്ങൾ അധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, അത് ഞാൻ തീർക്കും. ഒന്ന് കരമത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അറിയാം, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളതിന് ചെറിയവൻ്റെയും വലിയവൻ്റെയും കരം മുഖം നോക്കാതെ ഹല്ലേലൂയ ഒരേപോലെ കേൾക്കണം. മനുഷ്യനെ ഭയപ്പെടരുത്, ന്യായവിധി ദൈവത്തിൽ നിന്നുള്ളതല്ലോ. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരും. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച അധികം പ്രയാസമുള്ള കാര്യങ്ങളുണ്ടോ? അധികം പ്രയാസമുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ആ കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറയാമോ? അധികം പ്രയാസം, എനിക്ക് അധികം പ്രയാസമുള്ള കാര്യങ്ങളുണ്ട്, എൻ്റെ അടുക്കൽ കൊണ്ടുവരും. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്ന ഒരു മുഴുവൻ നന്ദി പറഞ്ഞുകൊണ്ട്, അധികം പ്രയാസമുള്ളത്, എനിക്ക് കഴിയാത്തത്, അധികം പ്രയാസം എന്ന് പറഞ്ഞാൽ എന്നാൽ കഴിയാത്തത്, എന്നാൽ ചെയ്യാൻ പറ്റാത്തത്. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഈ സമയത്ത് കർത്താവിനോട് പറയണം, കർത്താവേ അറിയാം, എൻ്റെ സഹായകൻ നീയാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവൻ നീയാണ്, എനിക്ക് വേണ്ടി ചലിക്കേണ്ടത് നീയാണ്. ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മിനിറ്റ് പ്രാർത്ഥനയോടുകൂടെ അല്ലെങ്കിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു സഹായം വെളിപ്പെടുന്നത് ദൈവത്തിൽ നിന്നാകയാൽ ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പറയാമോ? ഹല്ലേലൂയ. അധികം പ്രയാസമുള്ളതിനെ അറിയാം എൻ്റെ അടുക്കൽ കൊണ്ടുവരും, ഞാൻ അതിനെ തീർക്കും. അധികം പ്രയാസമുള്ളതിനെ ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, അധികം പ്രയാസമുള്ളതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, അത് ഞാൻ തീർക്കും. ഹല്ലേലൂയ. അധികം പ്രയാസമുള്ളതിനൊന്ന് കണ്ണടച്ചിട്ട് പറഞ്ഞാട്ടെ, എനിക്ക് പ്രയാസമുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്, എനിക്ക് പ്രയാസമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ എൻ്റെ കർത്താവ് അത് തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ നോക്കേ, മനുഷ്യൻ അസാധ്യം ദൈവത്താൽ സാധ്യമാണ്. ആ കണ്ണുകൾ അടച്ചിട്ട് കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറയാമോ? മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യമാണ്. എനിക്ക് ചെയ്യാൻ കഴിയാത്തതിനെ അല്ലെങ്കിൽ എനിക്ക് പറ്റാത്തത്, എനിക്ക് അവിടം വരെ പോകാൻ പറ്റത്തില്ല വാസേ, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല വാസേ, പക്ഷേ ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ കർത്താവ്
കർത്താവിനത് ചെയ്യാൻ പറ്റും. എൻ്റെ കർത്താവിനത് ചെയ്യാൻ പറ്റും. അറിയാം, ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇതൊരു ഗോഡ്സ് ടൈമിലേക്ക് മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഇതൊരു ദൈവത്തിൻ്റെ സമയത്തിലോട്ട് തിരിയാൻ പോവുകയാണ്. അറിയാം, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിനക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ നിൻ്റെ ആധരം തൊണ്ട്. ഹല്ലേലൂയ, അറിയാം, നിന്നെ വഴിയിൽ കാക്കേണ്ടതിനും നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനും വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാരുണ്ട്. അറിയാം, ആ പദം ഒന്ന് തൊട്ടിട്ട് ഞാൻ ഇതിനകത്തോട്ടൊന്ന് വരാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുന്നു, 23-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് ഓടി വന്നോട്ടെ. അറിയാം, പുറപ്പാട് പുസ്തകം 23-ന്റെ 20-ാമത്തെ വാക്യം ഒരുമിച്ച്. അറിയാം, പുറപ്പാട് പുസ്തകം 23-ന്റെ 20-ാമത്തെ വാക്യം ഒരുമിച്ച്. ഹല്ലേലൂയ. വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ ദൈവം വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്, ദൈവത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകേണ്ടതിന് നിങ്ങളുടെ ശക്തി കൊണ്ടല്ല നിങ്ങൾ പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാരുണ്ട്. ആ ദൂതന്മാർ നിങ്ങൾക്ക് ആ സാമ്പത്തിക വഴി തുറക്കേണ്ടതിനായി, നിങ്ങളെ മുമ്പോട്ട് സ്റ്റെപ്പ് വെപ്പിക്കേണ്ടതിനായി, നിങ്ങളുടെ കുടുംബം മൂവ് ചെയ്യേണ്ടതിനായി, ആ നിലയിൽ നിൽക്കുന്ന എല്ലാവരും ഹല്ലേലൂയ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചലിക്കേണ്ടതിനായിട്ട് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പറയാമോ? ദൂതന്മാർ ചലിക്കും, ദൂതന്മാർ ചലിക്കും. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഈ മിനിറ്റിൽ സഹായം ചോദിച്ച് പ്രയാസമാണ് പാസ്റ്റർ, എനിക്ക് ആ വിഷയത്തിനകത്ത് മറുപടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, ആ പ്രയാസത്തിൻ്റെ മേളിൽ ദൈവത്തെ നീ ഏൽപ്പിക്കുകയും ഹല്ലേലൂയ നീ വാ കൊണ്ട് പറയുകയും ചെയ്യുമ്പോൾ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ടതിന് വേണ്ടി ചലിക്കുന്ന ദൂതന്മാരുണ്ട്. എത്തിക്കേണ്ടതിന് വേണ്ടി എത്തിക്കേണ്ടടുത്ത് വെളിപ്പെടുന്ന ദൂതന്മാരുണ്ട്. അറിയാം, 55-ാം സങ്കീർത്തനം അതിൻ്റെ 22-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഒന്ന് വിശ്വസിക്കുക, ഒരു കൈമാറ്റത്തിൻ്റെ മിനിറ്റാണിത്. നിങ്ങൾ വന്നിരിക്കുന്നത് ദൈവസന്നിധിയിലാണ്. ഹല്ലേലൂയ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ കരത്തിൽ നിൽക്കുന്നു, ദൈവത്തിൻ്റെ അടുക്കലാണ് ഞാൻ നിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞു, എൻ്റെ ഭാരം കൈമാറുകയാണ്, എൻ്റെ ഭാരം കൈമാറുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തോട് അടുക്കുന്നപ്പാ, അങ്ങയുടെ മഹത്വം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ഭയങ്കര പ്രവൃത്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിന് മുഴുവൻ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, ഞങ്ങളുടെ മഹത്വം ഇപ്പോൾ ചലിക്കട്ടെ, ഞങ്ങളുടെ മഹത്വം ഇപ്പോൾ ചലിക്കട്ടെ. എല്ലാവരും കര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. കർത്താവേ, അറിയാം, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഭാരം മാറുന്നവർ ഫ്രീ ആയി തുടങ്ങും കേട്ടോ. ഹല്ലേലൂയ, നിങ്ങൾ ആശുപത്രിയിൽ പോകേണ്ടി വരത്തില്ല. അറിയാം, നിങ്ങളുടെ ഭാരത്തെ കൈമാറുന്ന സ്ഥലമാണ്, നിങ്ങൾക്ക് പ്രയാസമുള്ളതിനെ കൈമാറുന്ന സമയമാണിത്. അവിടെ മുതൽ ഒരു വിടുതൽ നിങ്ങളുടെ മേലിൽ സംഭവിച്ചു തുടങ്ങുന്നു. അവിടെ മുതൽ ഒരു വിടുതൽ നിങ്ങളുടെ മേലിൽ സംഭവിച്ചു തുടങ്ങുന്നു. കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഭാഗത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരുന്നു. അറിയാം, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരികയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15 തുടങ്ങിയുള്ള വാക്യങ്ങളിലേക്ക് വരുന്നു. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. ഹല്ലേലൂയ. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ, ഈ സ്ഥലം മരുഭൂമിയാണ്, മരുഭൂമിയിൽ മനുഷ്യന് ചെയ്യാൻ ഒത്തിരി പരിധികളുണ്ട്. മരുഭൂമിയിൽ മനുഷ്യന് ചെയ്യാൻ പരിമിതികളുണ്ട്. കാരണം അവരുദ്ദേശിച്ച നിലയിൽ മരുഭൂമിയിൽ നന്മകൾ വരത്തില്ല. ഇതേപോലെ പരിധികളുമായി വന്നിരിക്കുന്നതിനകത്തുണ്ട്. എനിക്കിത്രേ ചെയ്യാൻ പറ്റുമോ പാസേ, എനിക്കിത്രേ കഴിയത്തോളൂ പാസേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പോത്തോളൂ പാസേ എന്ന് പറയുന്നവർ അറിയാം. ശിഷ്യന്മാരും അതേപോലെ പറയുകയാണ്. അറിയാം, വൈകുന്നേരമായപ്പോൾ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, ഹല്ലേലൂയ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിലേക്ക് പോയി ഭക്ഷണ സാധനങ്ങൾ കൈക്കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണേ, മനുഷ്യൻ്റെ ബുദ്ധിയിൽ മനുഷ്യൻ്റെ കഴിവിലാണ് അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 16-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ഇതാണ് കഴിഞ്ഞ മണിക്കൂറിൽ ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്.
ഗോഡ്സ് ടൈം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ ആലയത്തിൽ വിലയുള്ളവരായി വന്ന് കടന്ന് നിങ്ങളുടെ വിഷയങ്ങൾ മനുഷ്യനാൽ കഴിയാൻ പറ്റത്തില്ല, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അറിയാം, നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ, യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവിന് ഹല്ലേലൂയ ഇനി അവർ ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ആഴമെന്ന് പറയുന്നത്. അവർ പോയി അവർ തന്നെ ഭക്ഷണം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അവരുടെ കഴിവിലാണ് ചെയ്യുന്നത്. പക്ഷെ കർത്താവ് പറയും, ഇനി അവരുടെ കഴിവിന് പ്രസക്തിയില്ല, അവർ വന്നിരിക്കുന്നത് എൻ്റെ അടുക്കലാണ്. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവർ വന്നിരിക്കുന്നത് എൻ്റെ അടുക്കലാണ്. ഇതിനകത്ത് പരിചയമുള്ളവരാണ് ഈ ആരാധനയിൽ അറ്റൻഡ് ചെയ്യുന്നവർ മുഴുവൻ. പുതിയതായിട്ട് എനിക്കൊന്നും ഒരാൾ പോലും ഇല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൂത് നിന്നോട് മുഴുവനായി പറയുന്നത്, നിന്റെ വിഷയങ്ങൾക്ക് നീ പ്രവർത്തിക്കേണ്ട സമയമല്ല, നീ വന്നിരിക്കുന്നവൻ പ്രവർത്തിക്കാൻ പോകുകയാണ്. യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരോട് പറയാം, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. എൻ്റെ അടുക്കൽ വന്നവരോട് ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ കൊടുക്കുക, നിങ്ങൾക്കത് പറ്റും, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. എന്നിൽ വിശ്വസിക്കുന്ന ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഇതൊരു ദൈവ പ്രവൃത്തിയുടെ സമയമായി തിരികെയാണ്. ചലിക്കാൻ പറ്റുന്നവരുണ്ടോ? ചലിക്കാൻ പറ്റുന്നവരുണ്ടോ? ചലിക്കാൻ പറ്റുന്നവരുണ്ടോ? ചലിക്കാൻ പറ്റുന്നവരുണ്ടോ? ദൈവപ്രവർത്തിക്ക് വേണ്ടി ഒരുങ്ങാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുങ്ങുക. ഹല്ലേലൂയ. അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 17-ാമത്തെ വാക്യം ആ ഉടനെ ഞാനും നിങ്ങൾ പറയുന്നത് പോലെ പറയുന്ന അനുഭവം. 17-ാമത്തെ വാക്യം, അതെ 17-ാമത്തെ വാക്യം. ഈ സമയത്ത് കർത്താവിനോടൊന്ന് പറയാൻ പറ്റുന്നവർ പറയണം. ഹല്ലേലൂയ. അവരുടെ അവസ്ഥ പറയുക, നമ്മുടെ അവസ്ഥ പറയുന്നത് പോലെ അവരവരോട് പറയുക, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല. നിങ്ങളുടെ അവസ്ഥകൾ കരമുയർത്തിപ്പിടിച്ചൊന്ന് പറയാൻ പറ്റുന്നവരുണ്ടോ? കർത്താവ് അത് കേൾക്കാൻ തയ്യാറാ. കർത്താവിനോട് പറയാൻ പറ്റുമോ? കർത്താവെ, വാടക കൊടുത്തിട്ടില്ല, കാര്യങ്ങൾ നടന്നിട്ടില്ല, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നതിന് ഒരുമിച്ച് എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ച് 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ച് അറിയാം. അവരവരുടെ അവസ്ഥ പറയുക, ഞങ്ങൾക്കിങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷേ ഞാൻ ഈ പദം പറയുന്നൊരു ദൂത, ഒരു പ്രവചനം കേട്ടോ. ഐ പ്രൊഫസൈ. അറിയാം, നിന്റെ അവസ്ഥ പറഞ്ഞ് നിന്നെ കൈവിടുന്നവനല്ലവൻ, നിന്റെ അവസ്ഥകൾ പറഞ്ഞ് നിന്നെ ഒഴിവാക്കുന്നവനല്ലവൻ. അറിയാം, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഇവിടെ ഒന്നുമില്ല കർത്താവേ. അവസ്ഥ ഇതാ. പക്ഷെ ദൂത് കേട്ടോ, ദൂത് നീ സ്വീകരിച്ചോ, അതുമായി നിന്നെ വെറുതെ വിടുന്നവനല്ലവൻ. ഇന്ന് നിന്റെ വിഷയത്തിനകത്തൊരു മറുപടി, ഈ മിനിറ്റിൽ നിന്റെ മണ്ണിൽ ചലിച്ചുകൊണ്ടിരിക്കുക. ഉടപന മനകട ദൈവത്തിന്റെ സമയം. The Kairos time. ഇത് കൈറോസ് ടൈമിലേക്ക് മാറുകയാണ്. God's appointed time. ഇത് ദൈവത്തിന്റെ സമയമാണ്. ഇടയൻ രാജാവാകുന്ന സമയം, യാക്കോബ് ഇസ്രായേലാകുന്ന സമയം, ഇത് ദൈവത്തിന്റെ സമയം. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ അവരവരുടെ വിഷയം പറയുക. അവർക്കിനി കഴിയത്തില്ല, അവർക്കിനി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആത്മാവിൽ നീ തിരിച്ചറിയുക, അടുത്ത മിനിറ്റ് ദൈവത്തിന്റെ സമയമാണ്. ഈ ഹോളിനകത്ത് ദൈവത്തിന്റെ സമയം തിരിയുന്നു. എന്റെ കൂടെ ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? 17-ാമത്തെ വാക്യം പറയുന്നു, വന്നിരിക്കുന്നത് ആൽഫയും ഒമേഗയുടെ അടുത്താണ്. നീ വന്നിരിക്കുന്നത് ആദ്യനും അന്ത്യനും അടുത്താണ്. നീ വന്നിരിക്കുന്നത് തുടക്കവും ഒടുക്കവും പറയുന്നവൻ്റെ അടുക്കലാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ 17-ാമത്തെ വാക്യം ഞാൻ ഒരുമിച്ച് വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കുക. അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല. ഹല്ലേലൂയ. അവരുടെ അവസ്ഥ, അവരില്ലായ്മ, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുക. നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ ഈ മിനിറ്റിൽ പറയണം കർത്താവിനോട്.
The God's appointed time. Hallelujah. The Kairos moment തിരിയുന്നത് കാണാം. നീ ആലയത്തിൽ റോഡിൽ നിന്ന് പറയല്ല, നിന്റെ വീട്ടിൽ നിന്ന് പറയല്ല, നീ വന്നു നിൽക്കുന്ന സ്ഥലം വ്യത്യസ്തമാ. യാക്കോബ് ഇസ്രായേലാകുന്ന സ്ഥലമാണിത്. ദാവീദ് രാജാവാകുന്ന സ്ഥലമാണിത്. അഭിഷേകം ഇറങ്ങുന്ന സ്ഥലം. നിങ്ങൾ നോക്കേ, ആ വാക്യത്തിന്റെ ആഴം ഞാൻ പറയാൻ പോകുക. അവര് ഉള്ള അവസ്ഥ പറയും, കർത്താവേ, ശിഷ്യന്മാർ ഇതുവരെയും അങ്ങനെ അനുഭവം കണ്ടിട്ടില്ല കേട്ടോ. ശിഷ്യന്മാർ ഇതുവരെ അങ്ങനൊരു അനുഭവം കണ്ടിട്ടില്ല. അങ്ങനൊരു അനുഭവം അവർ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ കർത്താവിനത് കാര്യം മനസ്സിലായി. ഉള്ള അവസ്ഥ പറഞ്ഞതോടെ ഹല്ലേലൂയ 18-ാമത്തെ വാക്യം കർത്താവ് പറയുക, അതിങ്ങ് കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ചുമക്കരുത് നിങ്ങളുടെ കടബാധ്യത. ഈ മിനിറ്റിൽ പ്രാഗൽഭ്യമുള്ളവർ കർത്താവ് ഈ ആലയത്തിൽ വന്ന് നിൽപ്പുണ്ട് എന്ന് നിങ്ങളുടെ രോഗം നിങ്ങൾ ചുമക്കരുത്. 19-ാമത്തെ വാക്യം കൊടുത്തു കഴിഞ്ഞതോടെ, കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തതോടെ, നിങ്ങൾ ഈ സമയത്ത് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളുടെ എത്ര വലിയ വിഷയമാണെങ്കിലും, ഞാനിത് അനുഭവം കൊണ്ടാണ് പ്രസംഗിക്കുന്നത് കേട്ടോ. അറിയാം. പിന്നെ അവ പുരുഷാരം പുല്ലുമേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത വാക്യം ഈ മണിക്കൂർ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. അടുത്ത വാക്യത്തെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. അടുത്ത വാക്യം ഹല്ലേലൂയ 20-ാമത്തെ വാക്യം, എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. കരം ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ കരം ഉയർത്തിപ്പിടിച്ചോ. തിന്ന് തൃപ്തരാകുന്ന നിലയിൽ, തൃപ്തീകരിക്കുന്ന നിലയിൽ കർത്താവ് ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുക. ദൈവത്തിൻ്റെ അടുക്കൽ വന്ന ഒരാൾ പോലും അല്ലാതെ പോകുന്നവരുടെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അല്ലാതെ വരുന്നവരെല്ലാം തൃപ്തരായിരിക്കും. അവരാശ്വാസം കണ്ടെത്തിയിരിക്കും. അവർ ആശ്വാസം അനുഭവിച്ചിരിക്കും. അവർ സമാധാനം അനുഭവിച്ചിരിക്കും. കാരണം എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചൊന്ന് ആശ്വാസം അനുഭവിക്കുന്ന നിലയിൽ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാവോ. ഇതിനകത്ത് അസമാധാനം അനുഭവിക്കുന്നവർ കാണാം, വിഷമം അനുഭവിക്കുന്നവർ കാണാം, വേദന അനുഭവിക്കുന്നവർ കാണാം. അവർ മുഴുവൻ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗോഡ്സ് അപ്പോയിൻമെൻറ്റ് ടൈം, ആ അപ്പോയിൻറ്റഡ് ടൈമിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. നിങ്ങൾ നോക്കിയ ഒരു രാത്രി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിൽക്കുന്നവൻ അവൻ കർത്താവിൻ്റെ അടുക്കൽ പറയുക, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു ചെറിയ മീനെ പോലും എനിക്ക് കിട്ടിയില്ല, എങ്കിലും എൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ പോകുകയാണ്. ആ ദൈവത്തിൻ്റെ തിരിവ്, ആ കൈറോസ് മൂമെൻ്റ് പത്രോസിൻ്റെ പടകിൽ വെളിപ്പെടുകയാണ്. ഇല്ലായ്മകളുടെ നടുവിൽ വർദ്ധിക്കുന്ന നന്മകളുടെ ചലനം, നിറവ്, അത് നീ ഇപ്പോൾ ദൈവശബ്ദത്തിനോട് അടുക്കുമെങ്കിൽ, ദൈവസന്നിധിയോട് അടുക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു മൂമെൻ്റ് സംഭവിക്കാൻ പോവുകയാണ്. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്, അത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനോട് പറയാൻ പറ്റുന്നവർ പറഞ്ഞേ, ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തണമേ, ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തണമേ, ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തണമേ. ഇല്ലായ്മകൾ പറയുന്നവർ, വേദന പറയുന്നവർ, വിഷമം പറയുന്നവർ ഈ അന്തരീക്ഷത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങൾ ആ കൈറോസ് മൂമെന്റ് തിരിച്ചറിയാൻ പോകുകയാണ്. നിങ്ങൾ ആ ദൈവശബ്ദം തിരിച്ചറിയാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ കരം നിങ്ങൾ കാണാൻ പോകുകയാണ്. ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ, അധികം പ്രയാസമുള്ളത് കർത്താവ് ഏറ്റെടുക്കുക. ഏൽപ്പിക്കാൻ പറ്റുന്നവരെ ഏൽപ്പിച്ചു കൊടുത്തേ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദുഃഖം വന്നിട്ടുണ്ടോ, വേദന വന്നിട്ടുണ്ടോ, ശൂന്യത വന്നിട്ടുണ്ടോ? ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ആലയത്തിൽ നിന്നൊരു മൂവ്മെന്റ്, ഒരു ശബ്ദം നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ടാൽ
നിങ്ങളുടെ പ്രയാസം മാറിയിരിക്കും കേട്ടോ. ഞാൻ ഈ പറയുന്ന പദം അതേപോലെ സ്വീകരിക്കണം. ഹന്ന ആലയത്തിൽ വന്ന് വല്ലാതെ നിലവിളിക്കുകയാണ്. അവളുടെ അവസ്ഥ പറയുക ദൈവസന്നിധിയിൽ. പക്ഷെ നിങ്ങൾക്കറിയാമോ, ആ ആലയത്തിൽ അവിടുത്തെ പുരോഹിതൻ അവളെ ഡൗട്ടായിട്ട് നോക്കിയെങ്കിലും പിന്നത്തതിൽ സത്യം മനസ്സിലാക്കിയപ്പോൾ പുരോഹിതൻ ആ ആലയത്തിൻ്റെ നടുവിൽ നിന്ന് അവളൊരു വാക്ക് പറഞ്ഞു. നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ 1 ശമൂവേൽ ഹല്ലേലൂയ അതിൻ്റെ 17-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് ഏലി സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഈ ആലയത്തിൽ ഇതേ പദം നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. സമാധാനത്തോട് പോ. നീ ഇവിടെ കഴിച്ച പ്രാർത്ഥന, നീ ഇവിടെ ഏൽപ്പിച്ചു കൊടുത്ത വിഷയം, അത് നിന്റെ വിഷയമായി മാറാൻ പോകുകയാണ്. അത് നിന്റെ നന്മയായി മാറാൻ പോകുകയാണ്. പുരോഹിതൻ ആ പദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുവരെ കണ്ണുനീരും മാത്രമായിരുന്നവൾ, ഇതാ ഈ പദത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്, ഇതാ കൈറോസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സ്വീകരിക്കാമെങ്കിൽ 19-18-ാമത്തെ വാക്യം സ്വീകരിച്ചോ. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയെന്ന് എഴുതിയിരിക്കുന്നത്. അവൾ തിരിച്ചു പോയി. അറിയാം, പക്ഷേ ഏറ്റവും വലിയ ആഴം, അവൾ പോയി ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയില്ല. ആ ആലയത്തിൽ നിറങ്ങിയ അന്നേരം മുതൽ അവളുടെ മുഖം വാടിയിട്ടില്ല. എന്താ വാടയെന്ന് അറിയാവോ? എതിരില്ലാഞ്ഞിട്ടാണോ? പ്രശ്നമില്ലാഞ്ഞിട്ടാണോ? ദൈവം അവളുടെ സമയം തിരിച്ചു. പിന്നെ അവൾ അത്ഭുതങ്ങൾ കണ്ടോണ്ടാ മുമ്പോട്ട് പോകുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചത് പറ. ദ കൈറോസ് മൂവ്മെന്റ്. ഞാൻ ഈ ആലയത്തിൽ നിന്ന് എൻ്റെ തലയോട്ട് കൈവച്ച് പറയുന്ന പദമായത്, ഇന്നു മുതൽ ഞാൻ ക്ഷീണിക്കത്തില്ല, ഇന്നു മുതൽ ഞാൻ രോഗിയാകത്തില്ല, ഇന്നു മുതൽ ഞാൻ അത്ഭുതങ്ങൾ കാണുന്നവനാ. യാക്കോബ് ഇസ്രായേലാകും, ഇടയൻ രാജാവാകും. വിശ്വസിക്കാമെങ്കിൽ ആ കരമൊന്ന് ഉയർത്തി, കർത്താവേ ഞാൻ ഈ ജനത്തെ ഒന്ന് അനുഗ്രഹിക്കുക. എൻ്റെ മോൻ ചോദിക്കുന്നത് എന്തിനാ കരയുന്നതെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല ഞാൻ എന്തിനാ കരയുന്നത്. ആ കരച്ചിലോടെ ഞാൻ ഡൗൺ ആവുന്നിട്ട് എനിക്ക് ഷുഗർ ഡൗണായി ഞാൻ താഴോട്ട് വീഴുന്നൊരവസ്ഥയിലേക്ക് വന്നു. ആ അവസ്ഥയിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, എനിക്ക് വയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോൻ പറഞ്ഞു എന്താ കാര്യം? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അങ്ങനെ ആ അവസ്ഥയായിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ അനുഭവങ്ങൾ ഞങ്ങൾ നേരിട്ടു. ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. അവിടെ ഒക്കെ എൻ്റെ ദൈവം അവിടെ കരുതി ഞങ്ങളെ ഡോക്ടർ വളരെ വളരെ സഹായമായിട്ട് ഡോക്ടർ ഞങ്ങളെ ആ രീതി കരുതൽ ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു. പക്ഷെ എന്നാലും എനിക്ക് എണീച്ച് നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇന്നലെ പിന്നെ ന്യൂറോയുടെ അടുത്ത് പോയി ഒത്തിരി മെഡിസിൻസ് തന്നു. ഡോക്ടർ കാണുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ പറഞ്ഞു എന്തോ എനിക്കറിയത്തില്ല. എന്നിട്ടും ഡോക്ടർ എനിക്ക് എണീച്ച് നിൽക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ ഇരിക്കുന്നത്. നിന്ന തല കറങ്ങി വീഴുന്നൊരവസ്ഥ. അപ്പം അച്ഛനെ പിടിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ വരും തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എനിക്ക് വരാൻ പറ്റുമോ തന്നെ. ആ അവസ്ഥ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു മയക്കത്തിൽ കാണുന്ന ഒരു വെള്ളം ആരും എന്നെ കുടിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ വെള്ളം ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് ചിന്തിക്കുക ഇത് എന്തോ ഞാൻ കാണുന്നത്, ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം ആരോ എന്നെ കുടിപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോഴാണ് ദേവദാസൻ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഇങ്ങോട്ട് വന്ന് പിന്നെ എൻ്റെ ബോഡിക്കകത്തുനിന്ന് എന്തോ എനിക്ക് ഒരു മാറ്റം വരുന്ന പോലെ എനിക്ക് തോന്നിയത്. ആ മാറ്റം വന്നേ പിന്നെ എനിക്കിപ്പോൾ ആ ഒരു അവസ്ഥയില്ല. ഞാൻ ഇപ്പം വളരെ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പം കുഴപ്പമില്ല. എനിക്ക് തല കറങ്ങുമായിരുന്നു, എണീച്ച് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം വളരെ മാറ്റമുണ്ട്. എൻ്റെ ദൈവത്തോട് നന്ദി ഞാൻ പറയും. എൻ്റെ ദൈവം തന്ന അനുഗ്രഹത്തിനും ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനെ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുകയാണ്. ആമേൻ ആമേൻ. ഈ സഹോദരി വ്യക്തമായിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എങ്ങനെ ഈ ആരാധന കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എണീറ്റ് നിൽക്കാൻ പറ്റത്തില്ല, നിന്നാൽ തലകറങ്ങി താഴെ വീഴുമായിരുന്നു, അതായത് സ്റ്റേജ്. പക്ഷേ ഈ ആരാധനയ്ക്ക് വന്നതോടെ ദൈവം അത്ഭുതകരമായി സൗഖ്യം കൊടുത്തു.
ഈ സഹോദരി ഞാൻ വിശ്വസിക്കുന്നു ഇനി ആരുടെയും കൈ പിടിക്കാതെ വീട്ടിലെ ജോലികൾ ചെയ്യും. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ക്രമം തെറ്റിയതുപോലെ ആയിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നു ഇവൾ ഇന്നു മുതൽ അസാധാരണമായ ഒരു ബലത്തിലോട്ട് കയറുകയാണ്. ഇവളിലൂടെ ആ സ്ഥലത്തൊരു ഉണർവ് നടക്കും, ഇവളിലൂടെ ഒരു വിടുതൽ നടക്കും. അത് ഞാൻ വിശ്വസിക്കുന്നു. പ്രേരെ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്ര തകർന്നിരിക്കുന്ന അനുഭവത്തിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചലിക്കും. ഒരുമിച്ച് എൻ്റെ കൂടെ കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണമേ, കർത്താവിൻ്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നതിനെ മുഴുവൻ പണിയുകയും അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന ദൈവം, പത്മോസിൽ സ്വർഗം തുറക്കാൻ കഴിയുന്ന ദൈവം, പത്മോസിൽ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്താൻ കഴിയുന്ന ദൈവം, പത്മോസിൽ തീർന്നെന്ന് ഡൊമീഷ്യൻ ചക്രവർത്തി പറഞ്ഞതിൻ്റെ നടുവിൽ ഒരു വെളിപ്പാടിൻ്റെ മണ്ഡലത്തെ തുറക്കാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, ഇന്ന് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും അങ്ങയുടെ അത്ഭുതകരം അങ്ങ് വെളിപ്പെടുത്തുകയാണ്. ഞാൻ വിശ്വാസ കണ്ണിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് പുതിയത് വെളിപ്പെടണമേ അപ്പാ, ഇവരുടെ ജീവിതത്തിനകത്ത് നന്മകൾ വെളിപ്പെടണമേ അപ്പാ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ അപ്പാ. പൂർണ്ണമായിട്ട് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാകട്ടെ അപ്പാ, ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാകട്ടെ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മക്കൾ വിടുതൽ പ്രാപിക്കണമേ അപ്പാ. ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് വിസായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടപ്പാ. ഇംഗ്ലീഷ് എക്സാം കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ ജോലിയില്ലാതെ നിൽക്കുന്നവരുണ്ടപ്പാ. കർത്താവെ, അവർക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നതിനാകട്ടെ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കുകയാണ്. ഇവർ അത്ഭുതങ്ങളെ കാണാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ കരം ചലിക്കുന്നതിനായി നന്ദി. യേശുവേ, ഇവർക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടു കൂടെ വേഗത്തിൽ ഈ കാണുന്ന നമ്പറുകളിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത വഴികൾ തുറക്കും. നിങ്ങൾ ഇന്ന് അസാധ്യതകളല്ല കാണേണ്ടത്, ആ സാധ്യതയുടെ നടുവിൽ സാധ്യതകൾ കാണാൻ തയ്യാറാകണം. കാരണം എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഭയങ്കര വഴി ഇപ്പോൾ തുറക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഒന്നുകൂടെ ആഴം വിളിച്ച് പറയുന്നു, നിങ്ങൾക്ക് ഈ മിനിസ്ട്രിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ നമ്പറുകളിലേക്ക് വിളിച്ചാട്ടെ. എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. ഇന്ത്യൻ സമയം 6 മണിക്ക്. അതിനകത്തേക്ക് നേരിട്ട് കടന്നു വരികയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുകയും ചെയ്യാൻ കഴിയും. നിങ്ങൾ വേഗത്തിൽ കോൺടാക്റ്റ് ചെയ്താട്ടെ. അതേപോലെ തന്നെ യൂട്യൂബും ഫേസ്ബുക്കിലേക്കും നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി ആരെങ്കിലും കരം നീട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്കും അത് നിശ്ചയമായും അനുഗ്രഹമായി തീരും. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.